ബോയ് കിൻസ് വേൾഡ് ഡയറക്റ്റഡ് ബൈ മോർട്ടിസ്. സിനിമേൻ്റെ റിവ്യൂ തുടങ്ങണം മുന്നേ തന്നെ ഞാൻ സംഭവം പറയാം. ഞാൻ ഈ സിനിമ ശരിക്കും ഞാൻ അത് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒന്നാമത് വേറെ സിനിമയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്, പക്ഷേ ഞാൻ ഈ സിനിമയിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാം. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും ചെയ്യണ പോലെ തന്നെ ഗൂഗിളിൽ വെറുതെ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കലുണ്ട്. അത് ഞാൻ ഈ ചാനൽ തുടങ്ങണ മുന്നേ തന്നെ ഉള്ള ശീലമാണ്. ഒന്നാമത് 4.2 സ്റ്റാറാണ് റേറ്റിംഗ് ഇതിൻ്റെ. അതായത് നല്ല റേറ്റിംഗ് ആണ്. 4.2 സ്റ്റാർ എന്ന് പറയുന്നത് നല്ല റേറ്റിംഗ് ആണ്. പക്ഷേ അതിന് ചില 1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ചില യൂട്യൂബിലത്തെ വീഡിയോസ്, അതായത് മലയാളം വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും വേറെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഞാൻ ഇംഗ്ലീഷ് വീഡിയോസ് ആണെങ്കിലും ഇംഗ്ലീഷ് റിവ്യൂ ചാനലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒക്കെ തന്നെ അതിൽ ഇതിൽ സിനിമാറ്റോഗ്രാഫി പോരാ, വിത്ത് ആക്ഷന് പോരാ. ഇതാണ് ഇതിൽ പറഞ്ഞ കാരണങ്ങൾ ഇതാണ്. അതേപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ പോരാ എന്ന് പറയും. എനിക്ക് അറിയാത്ത ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊന്നും പോരാന്നൊക്കെ പറയുന്ന വീഡിയോസാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണം കൂടി ഇത് എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയല്ലോ പറയണത്. അപ്പം ഞാൻ പറയണത് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ മൂവീസാണ്. മറ്റെന്തിനേക്കാളും ഇന്ന് കാണാൻ ഇഷ്ട ആക്ഷൻ മൂവീസാണ്. അതൊന്നും പറയാം, ഒരു ആക്ഷൻ മൂവി ഫാൻ എന്നുള്ള തന്നെ പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് ഈ ഒരു പടം. സത്യം പറയാം, ഇതിന് എന്ത് കുറവുണ്ടായിട്ടാണ് ഇവരൊക്കെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയാം, ഇപ്പോൾ ഒരു ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പൊതുവേ വരുന്ന ഒരു ക്ലീഷേ സ്ക്രിപ്റ്റ് ഉണ്ട്. അത് നമ്മളെപ്പോഴും ക്ലീഷേ എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും കണ്ടുവരുന്ന ഒരു റിവെഞ്ച്, ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഒരു ആൾ ഇറങ്ങുന്നത്, ആൾ എല്ലാവരും അടിക്കുന്നു, ഇതൊക്കെ തന്നെയാണ് സിനിമയിൽ. അതൊക്കെ ഒരു സാധാരണ ഒരു സ്ക്രിപ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് മാറുന്നത് ക്ലൈമാക്സിനാവും. അത് ഈ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രീതിയിലും പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ സിനിമ പോയിട്ട് അത് ഈ കഥ അങ്ങനെയാണ് പോകുന്നത്, മനസ്സിലായില്ല. അതേപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ്, ഈ ആക്ഷൻ സീക്വൻസിൻ്റെ ഒപ്പം തന്നെ ഈ സ്ക്രിപ്റ്റ് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നേ ഒരു പ്രമുഖ സിനിമയെ പറ്റിയിട്ട് അടിയൊന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ കരഞ്ഞിരുന്നത്. അതിൻ്റെ കാരണം സ്ക്രിപ്റ്റ് വീക്ക് ആവുന്നുണ്ടാണ്. പക്ഷേ ഇത് ഈ കഥ എന്ന് പറയുന്നത് നല്ലൊരു കഥയാണ്. അത് പറയുമ്പോൾ പക്ഷേ എന്തൊക്കെയോ ഒരു വ്യത്യാസമുണ്ട് കഥയിൽ. അത് ചിലപ്പോൾ ട്വിസ്റ്റുകളെ കൊണ്ട് നമുക്ക് ട്വിസ്റ്റുകളെ കൊണ്ട് ട്വിസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നിട്ട് ഉണ്ടാവും, പ്രൊഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചിലപ്പോൾ സിനിമ പോയി അവസാനിച്ചുണ്ടാവും. പക്ഷെ എന്തൊക്കെയോ ഭയങ്കര കഥ ഒരു സിനിമ ആണെന്നുള്ളത് മാത്രമല്ല, ആദ്യത്തെ ആക്ഷൻ സീക്വൻസ്, അതായത് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ തോന്നും വില്ലനൊക്കെ രണ്ടെണ്ണമൊക്കെ പൊട്ടണം എന്നുള്ളത് നമുക്ക് തന്നെ തോന്നുന്നത്. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമ്പാക്ട് ചെയ്യുന്നത്. അവൻ തന്നെ ഈ ആൾ തിരിച്ചടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഫീലാണ്. സത്യം അവിടെ തിയേറ്ററിനൊക്കെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമായിരുന്ന ഈ കാര്യം. പക്ഷെ അത് ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ റിവ്യൂ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ അഡ്വഞ്ചർ സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഈ ഒരു പടം. ഞാൻ എല്ലാവർക്കും ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഞാനിത്. പിന്നെ ഭയങ്കര വയലൻസും ഭയങ്കര ബ്ലഡ് ഷെട്ടും ഇതൊക്കെ ഉണ്ട്, മനസ്സിലായി. അത് ഭയങ്കര വയലൻസ് ഉള്ളൊരു ആക്ഷനും കാര്യങ്ങളും. അതുപോലെ ക്ലൈമാക്സിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു 2v1 ഫൈറ്റ് ഉണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടണവരെന്ന് പറയും, അമ്മാതിരി. അതേപോലെ തന്നെ ഡയറക്ടർ അഴിഞ്ഞാട്ടാണ് അതിൽ സിനിമ മൊത്തം. ഓരോ ഷോട്ട് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റണം അങ്ങനെ ഒക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മാർഷൽ ആർട്സ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ അടി. മാർഷൽ ആർട്സിന് എന്തൊക്കെയാണ് കാട്ടണം. അതേപോലെ തന്നെ വെടി വെക്കുമ്പോഴൊക്കെ ഇതിൻ്റെ നായകനത്ത് തോക്കുണ്ടാവില്ല, വില്ലന്മാരത്ത് തോക്കുണ്ടാവും. ആ സമയത്ത് പിന്നെ അടിക്കൂടി മേലെ കൂടെ ഒക്കെ പോകാൻ സാധനങ്ങളുണ്ട്. ഗംഭീര ആക്ഷൻ സീക്വൻസ്. ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കഥയുടെ ട്വിസ്റ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ കോമഡി. ഇത് കോമഡി, നല്ല കോമഡി. നമ്മൾ ചിരിക്കും, ഈ കോമഡി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. ഇതിന് ആ കോമഡിക്കായിട്ടൊന്നും ചെയ്യാത്ത കോമഡികളോ അങ്ങനത്തെ ഒക്കെ ഒരു നല്ലൊരു എൻ്റെ ഒരു പക്ക പ്യുവർ എൻ്റർടൈൻമെൻറ്റ് ആണ് ഈ ഒരു സിനിമ. അതേപോലെ തന്നെ ഒരു മറ്റേ സിനിമാറ്റോഗ്രാഫി ഒക്കെ വിഷ്വൽ ട്രീറ്റ്. അത് ഈ ആക്ഷനൊക്കെ DOP ഗംഭീര DOP ഉണ്ടെന്ന് സിനിമാറ്റോഗ്രാഫി ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ആക്ഷൻ മൂവി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാവും. അങ്ങനെ മൊത്തത്തിൽ. അതേപോലെ തന്നെ BGM ക്ലൈമാക്സിനുള്ള ഒരു കുറച്ച് BGM ഉണ്ട്. അതായത് ഇവിടെ രണ്ടാളും ഇവിടെ ഒരാളും നിൽക്കുമ്പോൾ, ഫൈറ്റ് തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉള്ളൊക്കെ ഒരു BGM ഉണ്ട്. അയ്യോ ഗംഭീരം, അടിപൊളിതാണ്. പിന്നെ അധികം ക്യാരക്ടേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സിനിമ ഇത് വേണം. അപ്പോൾ പറയാൻ 6-7 ക്യാരക്ടേഴ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ അതിൽ എല്ലാവരും റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്നതിനും അതേപോലെ തന്നെ ആ നായകൻ്റെ ഒരു പെണ്ണുണ്ട് പിന്നീട് ആ 37. അതേപോലെ തന്നെ ഈ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു ആശാനുണ്ട്. ആശാന് അതേപോലെ തന്നെ ഈ നായകനുണ്ടല്ലോ, നായകൻ്റെ കുട്ടിക്കാലം ചെയ്ത ഒരു കുട്ടിയുണ്ട്. അതേപോലെ തന്നെ ഒരു പെങ്ങളായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്. ഇവർ 4 അവരാണ് 4 മെയിൻ. പിന്നെ മെയിൻ ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവസാനമാക്കിയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ 4 ക്യാരക്ടേഴ്സ് ഭീകര പെർഫോമൻസ്, കുട്ടികളടക്കം അടിപൊളിയായിട്ട് ചെയ്തിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു സെക്കൻഡ് പോലും, ഒരു മില്ലി സെക്കൻഡ് പോലും ലാഗ് ഇല്ലാതെ ഇരുന്ന് കണ്ട വൺ ഹെല്ലൊക്കെ മൂവി. ഗംഭീര സാധനം. അതാണ് ഈ ബോയ് കിൽസ് വേൾഡ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഡെഫിനറ്റ്ലി ആക്ഷൻ മൂവീസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.